ചിറ്റടി പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണവും പി ചന്ദ്രശേഖരൻ നായർ എൻഡോമെന്റ് വിതരണവും സംഘടിപ്പിച്ചു. ലൈബ്രറി പ്രസിഡന്റ് ഡയസ് മാത്യു കൊക്കാട്ട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ലൈബ്രറി സെക്രട്ടറി ജോർജ് സെബാസ്റ്റ്യൻ സ്വാഗതം അർപ്പിച്ചു. യോഗം പാറത്തോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശികുമാർ കെ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം അനുപമ PR മുഖ്യപ്രഭാഷണം നടത്തി. മായ റാണി സി വൃന്ദാവനം വിദ്യാഭ്യാസ സന്ദേശവും എൻഡോമെന്റ് സമർപ്പണവും നടത്തി. എത്ര പേർക്ക് ഏത് രീതിയിലുള്ള സ്കൂൾ അനുഭവമാണ് കിട്ടിയിരിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും എന്റെ കുഞ്ഞുങ്ങൾ പഠിച്ചത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ പ്രത്യേകിച്ച് നല്ല മാർക്ക് മേടിച്ചു വരുന്ന കുട്ടികൾക്ക് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും നോക്കാൻ വയ്യാത്ത രീതിയിൽ പഠനഭാരമുണ്ടിപ്പോ. മറ്റൊരു പുസ്തകം വായിക്കാൻ നിങ്ങൾക്ക് അവസരം കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെട്ട ഒരു സിനിമ കാണാൻ വീട്ടുകാരുടെ അനുവാദം കിട്ടുന്നുണ്ടോ എന്ന് അറിയില്ല. പിന്നെ മൊബൈൽ ഉണ്ടല്ലേ, നമുക്ക് എന്ത് ചെയ്യാനൊരു സ്വാതന്ത്ര്യം അതിനകത്ത്. എല്ലാം കണ്ടും എല്ലാം കേട്ടും എല്ലാം അറിഞ്ഞു തന്നെ വളരാൻ ശ്രമിക്കുക, പാഠപുസ്തകങ്ങൾ ഒതുങ്ങിയിരിക്കാതെ. പിന്നെ +2 ഒക്കെ ഉന്നത നിലയിൽ പാസ്സായി വരുന്ന പല കുഞ്ഞുങ്ങളും പിന്നെ നമ്മൾ നാട്ടിൽ കാണാത്തൊരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ. ഇന്ത്യയിൽ തന്നെ ആരെയും കാണുന്നില്ല. നമ്മൾ പഴി പറയുന്നത് എന്താ? നാട്ടില് നല്ല ജോലി കിട്ടാനില്ല, നാട് നന്നല്ല എന്നൊക്കെയാണ്. അങ്ങനെയൊക്കെ തോന്നലുണ്ടെങ്കിൽ ഇപ്പോ പോയിട്ട് +2 ഒക്കെ കഴിഞ്ഞ് പോകുന്ന കുഞ്ഞുങ്ങളോട് പ്രത്യേകിച്ച് നിങ്ങൾ ചോദിച്ചു നോക്കണം. +2 മാത്രം കഴിഞ്ഞ് പോയവര് ഇപ്പൊ എങ്ങനെയാണ് അവിടെ നിൽക്കുന്നത്? സന്തോഷത്തോടെയാണോ വിദേശ രാജ്യങ്ങളിൽ നിൽക്കുന്നത്? കൂടുതൽ പഠിക്കാമായിരുന്നു എന്ന് അവർക്ക് എപ്പോഴേലും തോന്നിയിട്ടുണ്ടോ? കൂടുതൽ മെച്ചപ്പെട്ട ജോലികളിലേക്ക്, പണമുണ്ടാക്കുന്ന ജോലികൾക്ക് ചിലപ്പോൾ വലിയ പഠനം ആവശ്യം കാണില്ല വിദേശ രാജ്യങ്ങളിൽ. കൂടുതൽ മെച്ചപ്പെട്ട ജോലിയിലേക്ക്, സമൂഹത്തിനൊരു സംഭാവന കൊടുക്കാൻ പറ്റുന്ന ജോലികളിലേക്ക് ഒക്കെ കടക്കാൻ പറ്റുമായിരുന്നോ അല്പം കൂടെ പഠിച്ചിരുന്നെങ്കിൽ? ഇതൊക്കെ ചോദിച്ചതിന് ശേഷം മാത്രമേ നാട് വിടാവുള്ളൂ കേട്ടോ. താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി VS അപ്പുക്കുട്ടൻ വായനാ പക്ഷാചരണ സന്ദേശം നൽകി. പഞ്ചായത്ത് അംഗങ്ങളായ ഷേർലി വർഗീസ്, ബോബി K മാത്യു, ലൈബ്രറി വൈസ് പ്രസിഡന്റ് NB സോമൻ, ലൈബ്രറി ട്രഷറർ N ബാബു തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു.